കാമുകി കാമുകന്മാർക്കും അവിവാഹിതരായ ദമ്പതികൾക്കും ഇനി മുതൽ ഓയോയിൽ റൂം അനുവദിക്കുകയില്ല. പാർട്ണർ ഹോട്ടലുകൾക്ക് വേണ്ടി അവതരിപ്പിച്ച പുതിയ ചെക്ക് ഇൻ നയങ്ങളിലാണ് ട്രാവൽ ബുക്കിംഗ് സേവനമായ ഓയോ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. പുതിയ നയപ്രകാരം ഇനി അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാരെ ഓയോയിൽ ചെക്ക് ഇൻ ചെയ്യാൻ അനുവദിക്കുകയില്ല. ഈ വർഷം മുതൽ തന്നെ പുതിയ നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചന. രാജ്യത്ത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ആദ്യം ഈ മാറ്റങ്ങൾ നടപ്പാക്കുക. പ്രതികരണങ്ങൾ കണക്കിലെടുത്ത ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലും മാറ്റങ്ങൾ നടപ്പാക്കും. ഇനി മുതൽ ഓയോയിൽ മുറിയെടുക്കുന്ന ദമ്പതികൾ അവരുടെ വിവാഹബന്ധം വ്യക്തമാക്കുന്ന ഔദ്യോഗിക രേഖകൾ ചെക്ക് ഇൻ സമയത്ത് ഹാജരാക്കേണ്ടി വരും. ഓൺലൈൻ ബുക്കിങ്ങിനും സമാനമായ മാറ്റങ്ങൾ ബാധകമായിരിക്കും. അതുപോലെ തന്നെ ദമ്പതികൾക്ക് ബുക്കിംഗ് നിരസിക്കാനുള്ള വിവേചനാധികാരം പാർട്ണർ ഹോട്ടലുകൾക്ക് നൽകിയിട്ടുണ്ടെന്നും ഓയോ അറിയിക്കുന്നു. ഓയോ ഹോട്ടലുകളിൽ അവിവാഹിതരായ ദമ്പതികളെ ചെക്ക് ഇൻ ചെയ്യാൻ അനുവദിക്കരുതെന്ന ആവശ്യം വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് പുതിയ നയമാറ്റങ്ങൾക്ക് കമ്പനി തയ്യാറായത്. ഈ വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മീററ്റ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ വിവിധ സാമൂഹിക സംഘടനകൾ രംഗത്തെത്തിയിരുന്നുവെന്നും ഓയോ ഗ്രൂപ്പ് അധികാരികൾ വ്യക്തമാക്കുന്നു. സുരക്ഷിതവും ഉത്തരവാദിത്വമുള്ളതുമായ ആതിഥ്യ മര്യാദകൾ ഉയർത്തിപ്പിടിക്കാൻ ഓയോ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇതിനോടൊപ്പം ഓയോയുടെ ഉത്തരേന്ത്യയിലെ റീജിയണൽ ഹെഡ് പവ ശർമ്മ പറഞ്ഞു. വ്യക്തി സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ മാനിക്കുമ്പോൾ തന്നെ നിയമപാലകരോടും സമൂഹത്തോടും ഒപ്പം പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വവും തിരിച്ചറിയുന്നുവെന്നും ഓയോ പറയുന്നു. അതായത് ഇനി മുതൽ ഓയോയിൽ റൂം ബുക്ക് ചെയ്യുന്ന ദമ്പതികൾ അവരുടെ വിവാഹബന്ധം തെളിയിക്കുന്ന ഔദ്യോഗിക രേഖകൾ കാണിക്കണമെന്നാണ് നിർദ്ദേശം. സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളിലെ അഭ്യർത്ഥനയെ തുടർന്നാണ് കമ്പനി ഇത്തരമൊരു പുതിയ ചെക്ക് ഇൻ റൂൾ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. അവിവാഹിതരായ ദമ്പതികൾക്ക് റൂം അനുവദിക്കരുതെന്നും ദൂര നഗരങ്ങളിൽ നിന്ന് വരുന്നവരെ ഹോട്ടലിലേക്ക് പ്രവേശിപ്പിക്കരുതെന്നുമാണ് ഇത്തരം ഗ്രൂപ്പുകൾ ആവശ്യപ്പെട്ടത്. ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്യുന്നവർ അടക്കമുള്ളവർക്കും ഈ ബന്ധം തെളിയിക്കുന്ന രേഖകൾ ചെക്ക് ഇൻ സമയത്ത് സമർപ്പിക്കണമെന്ന് ഓയോയുടെ പുതുക്കിയ നിയമാവലിയിൽ പറയുന്നുണ്ട്. അടിയന്തരമായി ഈ ചട്ടം നടപ്പാക്കാൻ ഓയോ മീററ്റിലെ ഹോട്ടൽ പാർട്ണർമാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതായത് മതിയായ തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കാത്ത സ്ത്രീ പുരുഷന്മാരെ ഒന്നിച്ച് റൂം എടുക്കാൻ ഓയോ അനുവദിക്കുന്നില്ലെന്ന് ചുരുക്കം. മീററ്റിലെ ഉപഭോക്താക്കളുടെ പ്രതികരണം ലഭിച്ച ശേഷം മറ്റു നഗരങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും സമാന ചെക്ക് ഇൻ റൂൾ കൊണ്ടുവരുന്ന കാര്യം ഓയോ തീരുമാനിക്കുമെന്നാണ് വിവരം. അതേസമയം പുതിയ നയം പിൻവലിക്കണമെന്ന് വ്യാപക ആവശ്യം ഉയരുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രായപൂർത്തിയായ അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാരെ മുറി ബുക്ക് ചെയ്യാൻ ഓയോ ഇതുവരെ അനുവദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.